അങ്ങനെയാണെങ്കിൽ നരേന്ദ്രമോദി കോവിഡ് കൈകാര്യം ചെയ്തതിനെക്കുറിച്ച് പ്രശംസാവാചകം ചൊരിഞ്ഞിട്ടുണ്ട് തരൂർ. ഓർക്കേണ്ട ഒന്നാമത്തെ കാര്യം. 2, സ്വച്ഛ് ഭാരത് മിഷനുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷത്തിന്റെ നിലപാടിനപ്പുറം പോയി മോദിയെ പുകഴ്ത്തിയിട്ടുണ്ട് ശശി തരൂർ. മോദിയുടെ ഏറ്റവും അവസാനത്തെ അമേരിക്കൻ വിസിറ്റുമായി ബന്ധപ്പെട്ട് ഇന്ത്യക്ക് ഗുണപ്പെടുന്ന നിലപാട് സ്വീകരിച്ചു. ഇന്ത്യക്കുമായി ബന്ധപ്പെട്ട് ഏറ്റവും സുശക്തമായ നിലപാട് ട്രംപിനോട് പങ്കുവച്ചു അദ്ദേഹം എന്ന് പറഞ്ഞ പ്രതിപക്ഷ ചേരിയിലെ ഏക നേതാവ് ഈ തരൂരാണ്. അപ്പോൾ തരൂർ ശരി രാഷ്ട്രീയം പറയുന്ന ആളാണ് എപ്പോഴുമെങ്കിൽ മോദിയുമായി ബന്ധപ്പെട്ട് ഇദ്ദേഹം പറഞ്ഞ കാര്യങ്ങളും ശരിയാണ് എന്ന് CPM-ന് ബോധ്യമുണ്ടോ? അങ്ങനെ കരുതുന്നുണ്ടോ? നിങ്ങൾ കാര്യങ്ങളെ തലകീഴായി സ്ഥാപിക്കരുത്. ഞാൻ പറഞ്ഞത് കേരളത്തിൽ കഴിഞ്ഞ 8 കൊല്ലക്കാലമായി നടക്കുന്ന ഒരു കോൺട്രവേഴ്സി, കേരളത്തിലെ വികസന ക്ഷേമ പ്രവർത്തനങ്ങളിൽ ഒരുപാട് LDF-ന്റെ ഗവൺമെൻറ് മുന്നോട്ട് പോയി, ഒന്നും പോയിട്ടില്ല എന്ന് കോൺഗ്രസ് പറയുന്നു. ആ വിഷയത്തിൽ പിന്നെ തരൂരിൻ്റെ അഭിപ്രായം വളരെ വ്യക്തമാണ്. ഞങ്ങൾ പറയുന്നതാണ് ശരി എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം. എന്നാൽ അദ്ദേഹം പറയുന്ന സകല കാര്യങ്ങളും ശരിയാണ്. ആ അഭിപ്രായം ഞങ്ങൾ ഒരിക്കലും പറഞ്ഞിട്ടില്ല. തരൂർ പറയുന്ന എല്ലാ അഭിപ്രായത്തോടും നിങ്ങൾക്ക് യോജിപ്പില്ല. അല്ല, എന്ന് വെച്ചാൽ സ്വന്തം പാർട്ടിയുടെ നിലപാടിനപ്പുറം പോയി വ്യക്തിപരമായ നിലപാട് എപ്പോഴും സ്വീകരിക്കാൻ മടിയൊന്നുമില്ലാത്ത ആളാണ് അദ്ദേഹം. അത് സ്വീകരിക്കപ്പെടുന്നില്ല എപ്പോഴും പാർട്ടിക്ക്. അദ്ദേഹം മോദിയെയും പുകഴ്ത്തും പിണറായി വിജയനെയും പുകഴ്ത്തും എന്നതുകൊണ്ട് അദ്ദേഹം പ്രതിപക്ഷത്തിന്റെ പൊതുവായ പൊസിഷന് അപ്പുറം പോയി പറയുന്ന കാര്യങ്ങളെല്ലാം ശരിയാണ് എന്ന് വാദിക്കാൻ കഴിയില്ല. നിങ്ങളുടെ സർക്കാരുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വെക്കുന്ന അവകാശവാദങ്ങൾ അദ്ദേഹം പിന്തുണച്ചു. മോദി വെക്കുന്ന അവകാശവാദങ്ങളെയും അദ്ദേഹം പിന്തുണയ്ക്കുന്നുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തെ എങ്ങനെയാണ് കോൺഗ്രസ് ഉൾക്കൊള്ളുക? കോൺഗ്രസിനൊരു പൊസിഷൻ ഉണ്ടാവുമല്ലോ ഈ കാര്യത്തിൽ. പിണറായി വിജയൻ സർക്കാരിനോടൊരു പൊസിഷൻ ആ പാർട്ടിക്കുണ്ട്, മോദി ഗവൺമെന്റിനോടൊരു പൊസിഷനുണ്ട്. തരൂരാവട്ടെ ഈ 2 കാര്യത്തിലും പാർട്ടി നിലപാടിന് അപ്പുറം ചാടി കളിക്കുന്ന ആളാണ്. നിങ്ങളുടെ നിലപാട് എന്താണ്? അദ്ദേഹത്തെ പിണറായി വിജയനെ പുകഴ്ത്തുമ്പോൾ മാത്രം അദ്ദേഹം ശരി രാഷ്ട്രീയത്തിന്റെ ആൾ എന്ന് രേഖപ്പെടുത്തി പോകണമെന്നാണോ? അല്ല, കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിക്ക് സത്യമല്ല എന്ന് പറയുന്ന അധികാരമുണ്ടോ? 28ാം സ്ഥാനത്ത് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് ഉണ്ടായിരുന്ന സംസ്ഥാനം 1ാം സ്ഥാനത്തേക്ക് എത്തി എന്നുള്ള കണക്ക് പറയുമ്പോൾ അത് നിഷേധിക്കാൻ അധികാരമുള്ള പാർട്ടിയാണോ കോൺഗ്രസ്? ആ സത്യം അംഗീകരിക്കാതിരിക്കാനുള്ള അധികാരം കോൺഗ്രസിനുണ്ടോ? അതാ തരൂർ പറയുന്നത്. അത് അംഗീകരിക്കാൻ കോൺഗ്രസ് അധികാരമില്ല, കാരണം സത്യമാണല്ലോ. അതുപോലെ തന്നെ നമ്മുടെ സ്റ്റാർട്ടപ്പുകളുമായി ബന്ധപ്പെട്ട കേരളത്തിൻ്റെ വളർച്ച ആഗോള വളർച്ചയുടെ 6 ഇരട്ടിയാണ്. 46% ആഗോള വളർച്ച കേരളത്തിൽ 254%. അത് സത്യമല്ലെന്ന് പറയാൻ എന്താ കോൺഗ്രസ് അധികാരമുള്ളത്? അത് വസ്തുതയല്ലേ? ഇവിടെ അദ്ദേഹം പറയുന്നത് ഈ വസ്തുതയെ കോൺഗ്രസ് കാണുന്നില്ല. അത് കാണണ്ടേ? അത് കാണുന്നു ഞാൻ എന്നുള്ളത് കൊണ്ട് ജനങ്ങൾ എൻ്റെ കൂടെയാണ്. അദ്ദേഹം ഇപ്പോൾ ഈ കഴിഞ്ഞ ഇൻ്റർവ്യൂവിൽ പറഞ്ഞല്ലോ, എൻ്റെ അഭിപ്രായങ്ങൾക്ക് കൂടെയാണ് ജനങ്ങൾ. എന്നാൽ പാർട്ടിക്കകത്ത് ഇതിനെതിരെ എതിർപ്പുണ്ടാവുന്നു. എതിരാളികളെ പറ്റി നല്ല അഭിപ്രായം എന്തെങ്കിലും നിങ്ങൾ പറയുന്നുവെന്ന് അവർ ചോദിക്കുന്നു. അവർ നമ്മുടെ എതിരാളികളല്ലേ, അതുകൊണ്ട് അവർ നല്ല കാര്യം ചെയ്താൽ അത് അംഗീകരിക്കാൻ പാടുണ്ടോ എന്നവർ ചോദിക്കുന്നു. അതിനോട് എനിക്ക് യോജിപ്പില്ല. എതിരാളിയായാലും നല്ല കാര്യം ചെയ്താൽ നല്ലതാണ് എന്ന് പറയാൻ ഒരു പ്രതിപക്ഷ പാർട്ടിക്ക് ബാധ്യതയുണ്ട്. ഈ നിലപാട് പറയുന്നത് ആ നിലപാട് ശരിയല്ല എന്ന് കോൺഗ്രസ് പറയാൻ വേണ്ടി കഴിയുമോ? അപ്പോൾ ഇതിന് മൗലികമായിട്ട് പ്രശ്നം, കഴിഞ്ഞ 8 കൊല്ലക്കാലമായിട്ട് കോൺഗ്രസ് സ്വീകരിക്കുന്ന സമീപനം യാഥാർത്ഥ്യമായിട്ട് പൊരുത്തപ്പെടുന്നതല്ല, യാഥാർത്ഥ്യങ്ങളെ അംഗീകരിക്കുന്നതല്ല. അതല്ല പ്രതിപക്ഷ പാർട്ടി ചെയ്യേണ്ടത് എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ പ്രതിപക്ഷ പാർട്ടി. അത്രയും ഞാൻ മനസ്സിലാക്കിയിട്ട് ചോദിക്കുകയാണ്. നിങ്ങൾ പക്ഷേ വളരെ വേഗത്തിൽ ചാടിയിറങ്ങി തരൂർ മഹാനായ നേതാവാണ്, ആഗോള പൗരനാണ്, ശരി സംസാരിക്കുന്ന ആളാണെന്ന് അദ്ദേഹത്തെ സർട്ടിഫൈ ചെയ്യുമ്പോൾ അദ്ദേഹം ഹിന്ദുത്വ രാഷ്ട്രീയത്തിന്റെ പ്രയോഗ വഴികളിൽ എവിടെയൊക്കെയാണ് അതിനെ പിന്തുണച്ചത് എന്ന് കാണാം. ബാബരി മസ്ജിദ് ആദ്യം തന്നെ ഈ ന്യൂനപക്ഷക്കാർ ഒഴിഞ്ഞുകൊടുത്തിരുന്നെങ്കിൽ പ്രശ്നം ഒഴിവാക്കാമായിരുന്നല്ലോ എന്ന നിലപാട് പറഞ്ഞ ആളാണ് അദ്ദേഹം. നരേന്ദ്രമോദി ഡൊണാൾഡ് ട്രംപിനെ കണ്ടപ്പോൾ ഇന്ത്യക്ക് വേണ്ടി സധൈര്യം നിലപാട് പറഞ്ഞ ആളാണ് എന്ന വ്യാജം പറഞ്ഞ് സർട്ടിഫൈ ചെയ്ത ആളാണ് അദ്ദേഹം. കോവിൻ പോർട്ടലുമായി ബന്ധപ്പെട്ട് മോദിയെ പുകഴ്ത്തിയ ആളാണ് അദ്ദേഹം. എവിടെ ആളുകൾ മരിച്ചു വീണുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം സ്വച്ഛ് ഭാരത് മിഷനുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്ന നിലപാടിനപ്പുറം പോയി മോദിയെ പുകഴ്ത്തിയ ആളാണ്. അപ്പോൾ ഞങ്ങൾക്ക് അനുകൂലമായി ഏതോ പോയിന്റിൽ ചില വാചകം പറഞ്ഞു എന്നുകൊണ്ട് നിങ്ങൾ ചാടിയിറങ്ങി അദ്ദേഹത്തെ പുണർന്ന് സർട്ടിഫൈ ചെയ്യുന്നത് കുഴപ്പമാണ് എന്ന് നിങ്ങൾ തിരിച്ചറിയുന്നുണ്ടോ? തരൂർ ചില കാര്യങ്ങൾ പറഞ്ഞു, ഓക്കെ, പക്ഷേ ഞങ്ങൾക്ക് പിന്തുണയ്ക്കാൻ കഴിയുന്ന ആളെയല്ല തരൂർ എന്നതാണോ നിങ്ങളുടെ നിലപാട്? അതോ ഞങ്ങൾക്കിപ്പോൾ സർവാർത്ഥത്തിലും ചേർത്ത് പിടിക്കാൻ കഴിയുന്ന ആളായി തരൂർ മാറിക്കഴിഞ്ഞു എന്നങ്ങ് മനസ്സിലാക്കുകയാണോ? അല്ല, രാഷ്ട്രീയ പാർട്ടികളിൽ നിൽക്കുന്ന ആളുകൾ നിലപാടിന് മേലെ നിൽക്കുക. നിങ്ങളൊരു കാര്യം മറക്കരുത്, 4 തവണ തിരുവനന്തപുരത്ത് അദ്ദേഹം മത്സരിച്ചപ്പോഴും എതിർത്തത് ഞങ്ങളാണ്. ഞങ്ങൾ അദ്ദേഹത്തെ പൂർണ്ണമായിട്ട് അംഗീകരിക്കുന്നതുകൊണ്ടാണ് 4 തവണ അദ്ദേഹത്തെ നമ്മൾ എതിർത്തത്. നിലപാടുകൾ പ്രശ്നമാണ്. ഇപ്പോൾ KV തോമസ് അദ്ദേഹം നിലപാട് മാറ്റിയപ്പോൾ ഞങ്ങൾ അദ്ദേഹത്തെ സ്വീകരിച്ചു. അതുപോലെ തന്നെ ഡോക്ടർ സരിൻ, അദ്ദേഹം കോൺഗ്രസ് എല്ലാ നിലപാട് ശക്തമായി പറഞ്ഞ ആളല്ലേ, അദ്ദേഹം നിലപാട് മാറ്റി ഞങ്ങൾ അദ്ദേഹത്തെ സ്വീകരിച്ചു. അപ്പോൾ രാഷ്ട്രീയ നിലപാടുകൾ പ്രധാനപ്പെട്ട കാര്യമാണ്. ആ നിലപാടുകളിൽ അദ്ദേഹം കേരളത്തിന്റെ വികസനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ അദ്ദേഹം ശരിയായ നിലപാട് സ്വീകരിക്കുന്നു.
ഈ ഹിന്ദുത്വ രാഷ്ട്രീയത്തെ കൈകാര്യം ചെയ്യുന്നതിൽ മോദി അഡ്മിനിസ്ട്രേഷനെ കൈകാര്യം ചെയ്യുന്നതിൽ അദ്ദേഹം ഇപ്പൊ നോക്കൂ, നിങ്ങൾ പറയുന്നു നിങ്ങളുടെ രാഷ്ട്രീയ എതിർച്ചേരി നിൽക്കുമ്പോൾ പോലും നിങ്ങളുടെ അച്ചീവ്മെന്റ്സിനെ കുറിച്ച് അദ്ദേഹം നല്ലത് പറയുന്നു, അങ്ങനെ പറയാൻ കഴിയണം എന്നാണ്. അങ്ങനെയാണെങ്കിൽ നരേന്ദ്രമോദി സർക്കാരിന്റെ നേട്ടങ്ങളെക്കുറിച്ച് അദ്ദേഹത്തിന്റെ ബോധ്യമാണ് അദ്ദേഹം പറയുന്നത്, അതിൽ പ്രശ്നമുണ്ടോ? അല്ല, അദ്ദേഹത്തെക്കുറിച്ച് നിങ്ങളിപ്പോൾ പറഞ്ഞുള്ള കുറേ പ്രശംസാ വാക്കുണ്ടല്ലോ. ഞങ്ങളുടെ ഒരു പാർട്ടി നേതാവും നിങ്ങളിപ്പോൾ പറഞ്ഞ പ്രശംസാ വാക്കുകൾ അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞിട്ടില്ല. അദ്ദേഹം ആഗോള പൗരനാണ്, അദ്ദേഹമാണ് ഏറ്റവും മഹാൻ, അദ്ദേഹത്തെ എല്ലാ അങ്ങനെ ഞങ്ങൾ പറഞ്ഞിട്ടില്ല. എ കെ ബാലൻ എന്താണ് അദ്ദേഹത്തെ പറഞ്ഞത്? പാർട്ടി സംസ്ഥാന സെക്രട്ടറി അംഗം എ കെ ബാലൻ എന്താണ് പറഞ്ഞത് അദ്ദേഹത്തെ കുറിച്ച്? അതാണ് ഞാൻ പറഞ്ഞത്. അദ്ദേഹം ആകെ വളരെ അദ്ദേഹം ഒരു വ്യത്യസ്ത നിലപാട് സ്വീകരിക്കുമ്പോൾ അദ്ദേഹത്തെ ശ്ലാഘിക്കും, സ്വാഭാവികമാണിത്. അല്ലാതെ അദ്ദേഹത്തിന്റെ മോഡി ഗവൺമെന്റുമായി ബന്ധപ്പെട്ട നിലപാടുകൾ ഞങ്ങൾ അംഗീകരിക്കുന്നു ഞങ്ങൾ പറഞ്ഞിട്ടില്ല. അങ്ങനെ പറയാൻ ഞങ്ങൾക്ക് കഴിയില്ല. കാരണം ഇന്ത്യക്കകത്ത് വർഗീയത വളർത്തുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്ന ആളല്ലേ മോഡി. അതുകൊണ്ട് മോഡിയെ കുറിച്ച് അദ്ദേഹം പറഞ്ഞ അഭിപ്രായം എല്ലാം ശരിയാണ്. ഞങ്ങൾ ഒരിക്കലും പറഞ്ഞില്ല, പറയുകയില്ല. അല്ല, തരൂർ വിപ്ലവകാരിയാണ്, ലോകമറിയുന്ന നേതാവാണ്, കോൺഗ്രസിന്റെ പേടി സ്വപ്നമാണ്, വിവരമുള്ളയാളാണ്, വിവരമുള്ളവർക്ക് കോൺഗ്രസിൽ നിൽക്കാൻ കഴിയില്ല എന്നൊക്കെ പറഞ്ഞ് പുകഴ്ത്തിയത് എ കെ ബാലനാണ് എന്ന കാര്യം ഓർക്കണം. ഞാൻ